വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിഖീങ്ങളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറയണേ, അവർ നിസ്കരിക്കൂല എന്നല്ല പറയണത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. നിസ്കരിക്കാനൊക്കെ വരും, പക്ഷെ എല്ലാം മടിയന്മാരായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നാണ് പോകണല്ലോ, ഇതൊന്നാണ് കഴിഞ്ഞ് കിട്ടണമല്ലോ, ഒരു ഉന്മേഷത്തോടെ അവൻ നിസ്കരിക്കുന്ന ദിവസമേ ഉണ്ടാവില്ല. അതിനോടൊരു താല്പര്യക്കുറവായിരിക്കും. താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും. ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. എനിക്ക് താല്പര്യമുള്ളതിൽ എനിക്ക് നല്ല ഉന്മേഷവാനായിരിക്കും ഞാൻ. എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണെങ്കിൽ വേഗം എനിക്ക് മടുപ്പും കൂട്ടുവായൊക്കെ വരും. അതേത് വിഷയത്തിലും ഏത് ഖൈറിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല അവരുടെ സ്വഭാവം പറയാണ്. അവർ നിസ്കാരത്തിന് വരുന്നത് തന്നെ, നിസ്കാരത്തിന് വേണ്ടി അവർ എഴുന്നേൽക്കുന്നത് തന്നെ, അവരതിനു വേണ്ടി വരുന്നത് പോലും താല്പര്യം ഉണ്ടായിട്ടില്ല. അവർക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല. കുസാല, അവർ മടിയന്മാരാണ്. പിന്നെയോ യുറാഊനന്നാസ്, അതാണ് ഇവിടുത്തെ പോയിന്റ്. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ്. അപ്പം ജനങ്ങൾ കാണുന്ന നിസ്കാരത്തിന് വരാനേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, മുനാഫിഖിന് ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഇശയും ഫജ്റും ആണ് എന്നൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കാം, എന്താ അപ്പം ഇശയും ഫജ്റും അവർക്ക് ഇത്ര പ്രയാസം? അത് രണ്ടും ഇരുട്ടത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ ഇരുട്ടല്ലേ. അപ്പം അതുകൊണ്ട് അന്ന് ആരെ വന്നില്ലാന്നൊന്നും ആർക്കും തിരിയൂല. മഗ്‌രിബി ആകുമ്പോൾ ഏകദേശം അങ്ങനെ അസ്തമിച്ച് വരുന്നവരുള്ളൂ. അപ്പം നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഏകദേശം തിരിയും. ഇതായിരിക്കും തിരിയൂല. അപ്പോൾ മുനാഫിക്കുകൾക്ക് ആ സമയത്ത് വരാൻ കുറച്ച് മടിയായിരുന്നു. ഇതാരും കാണാനല്ലോ, കാണാത്തതിനിപ്പോൾ എന്തിനാൻ പോണ്? കാരണം ഗനീമത്ത് മുതൽ ഓരിവെക്കുമ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുമ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഞാനും ഇതിൻ്റെ ആളാണെന്ന് ഇങ്ങനെ അറിയിക്കണ്ടേ. അപ്പം അതിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ ആൾക്കാർ നല്ലോണം കാണുന്ന സമയത്ത് വന്നിട്ടല്ലേ കാര്യമുള്ളൂ, കാണാത്ത സമയത്ത് വന്നിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് അവർക്കത് വലിയ അസ്കലായിരുന്നു, വലിയ ഭാരപ്പെട്ട സമയമായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് നമ്മളെ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. അസറാണ് പലപ്പോഴും ആ സമയത്ത് ചിലർക്ക് പ്രശ്നം, ചിലർക്ക് മഗ്‌രിബാണ് പ്രശ്നം, ചിലർക്ക് സുബഹിയാണ് പ്രശ്നം. സുബഹി എന്തായാലും 95% ആളുകൾക്കും പ്രശ്നം തന്നെയാണ്. കാരണം ഏതാണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നവരാണ്. ഒരു നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പള്ളികളും കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ട സമയം എപ്പോഴാണ്? ഫജ്റാണ്. കാരണം മറ്റ് സമയങ്ങളിലൊക്കെ ആളുകൾ പലയിടത്തുമായിട്ട് ആയിപ്പോകും. അതേ അവസരത്തിൽ സുബഹിക്കാണ് പള്ളിയിൽ ധാരാളം ആളുകൾ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ വിരോധാഭാസം, പള്ളികളിൽ ആ സമയത്ത് പലപ്പോഴും ആളുകൾ കുറയുന്നു. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക, നമ്മളെത്തിപ്പെടാൻ നോക്കുക. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനത് ഉദ്ദേശിക്കുന്നു, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അവരവർ ഇതെനിക്കൊരു ഭാരമായ മുനാഫിക്കിൻ്റെ രൂപത്തിൽ ഞാനായി തീരാൻ പാടില്ല എന്ന് അവരവർ തീരുമാനമെടുക്കുക.